ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പുതിയ EVS ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ലെറ്റസ് ആസസ് എന്ന് പറയുന്ന ഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായുള്ള വീഡിയോയാണിത്. നിങ്ങളുടെ മറ്റു വിഷയങ്ങളായ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ഓരോ ചാപ്റ്ററുകളും ആ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണണേ. നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലെറ്റസ് അസസിലെ ആദ്യത്തെ ചോദ്യം, കണക്ട് ദ ഓർഗാനിസംസ് വിത്ത് ദെയർ ഹാബിറ്റേറ്റ്സ്. കുറച്ച് ഓർഗാനിസംസിനെ അവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഹാബിറ്റേറ്റ് നമുക്ക് അപ്പുറത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മാച്ച് ദ ഫോളോവിങ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. വെയിലിന് ഏതാണ്? വെയിൽ ഓഷൻ ആണല്ലേ അതിൻ്റെ ഹാബിറ്റേറ്റ്. പെൻഗ്വിന് പോളാർ റീജിയൻ ആണ്. സ്പോട്ടഡ് ഡിയർ ഫോറസ്റ്റ് ആണ്. ക്യാമൽ ഡെസേർട്ട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, വിസിറ്റ് ആൻ എക്കോസിസ്റ്റം ഇൻ യുവർ ഏരിയ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ഓർഗാനിസംസ് യു ഫൈൻഡ് ദർ. ഫൈൻഡ് ഔട്ട് ദെയർ ഇന്റർഡിപെൻഡൻസ്. നമ്മുടെ ഒരു ഏരിയയിലുള്ള ഒരു എക്കോസിസ്റ്റം പോയി കാണാനും അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓർഗാനിസംസിൻ്റെ പേരുകൾ എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു എക്കോസിസ്റ്റം നോക്കാം. ആ എക്കോസിസ്റ്റം തന്നെയാണോ നിങ്ങൾ പോയി കണ്ടത് എങ്കിൽ നിങ്ങൾക്കത് എഴുതാട്ടോ. അല്ലെങ്കിൽ കൂട്ടുകാരേതാണോ പോയി കണ്ടത് അതിൻ്റെ വേണം എഴുതാനായിട്ട്. അതിൻ്റെ ഇൻ്റർഡിപെൻഡൻസ് എഴുതണം. ഇൻ്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് എന്താണെന്ന് അറിയില്ലേ? ഒരു ജീവിയും ഏത് ജീവിയെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്, അതുപോലെ നമ്മൾ കണ്ട എല്ലാ ജീവികളുടെയും ഏത് ജീവികളെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആൻസർ നോക്കിയാലോ. എക്കോസിസ്റ്റം ഐ വിസിറ്റഡ്, ഞാൻ വിസിറ്റ് ചെയ്ത എക്കോസിസ്റ്റം ഏതാണ്? ഫീൽഡാണ് എഴുതിയിട്ടുള്ളത്. ലിവിങ് തിങ്സ് ഐ സോ, ഞാൻ കണ്ട ലിവിങ് തിങ്സ്. ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കണ്ടത്? പാഡി, ഗ്രാസസ്, വീഡ്സ്. അതേപോലെ ഏതൊക്കെ ഇൻസെക്ട്സ് ആണ്? ആൻഡ്, ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ ആൻഡ് ഗ്രാസ് ഹോപ്പർ. ബേർഡ്സ് ആയിട്ട് കണ്ടിട്ടുള്ളത് ക്രെയിന്, ക്രോ, സ്പാരോ, ഹെറോൺ, കിങ് ഫിഷർ ആൻഡ് വാട്ടർ ഹെന്ന്. ഇനി വേറെയുള്ള ഓർഗാനിസംസിനെ കണ്ടിരുന്നു. കണ്ടിരുന്ന ഓർഗാനിസംസ് ആണ് ഫ്രോഗ്, ക്രാബ്, റാറ്റ്, സ്നേക്ക് ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സും ഇൻസെക്ട്സും ബേർഡ്സും അതേപോലെ വേറെയുള്ള ഓർഗാനിസംസൊക്കെയാണ് ഞാൻ വിസിറ്റ് ചെയ്ത ഫീൽഡിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്ത എക്കോസിസ്റ്റം ഏതാണെങ്കിൽ അത് എഴുതുക. അതുപോലെ പ്ലാന്റ്സും ഇൻസെക്ട്സും എന്തൊക്കെയാണ് കണ്ടത് എങ്കിൽ അതും കൂടെ എഴുതുക. അങ്ങനെയാണ് നമ്മളിത് എഴുതേണ്ടത്. ഇതിൻ്റെ ഒക്കെ ഇൻ്റർഡിപെൻഡൻസ് നമുക്ക് നോക്കാം. Their interdependence. Grasshoppers and other insects eat the paddy. ഗ്രാസ് ഹോപ്പേഴ്സും അതർ ഇൻസെക്ട്സ് ഒക്കെ പാഡി കഴിക്കും. ബേർഡ്സ് ഈറ്റ് ഇൻസെക്ട്സ് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. അപ്പോൾ ഈ ഗ്രാസ് ഹോപ്പേഴ്സിനെയും ബട്ടർഫ്ലൈസിനെയും ഒക്കെ തിന്നുന്നത് ബേർഡ്സ് ആണ്. സം ബേർഡ്സ് ഈറ്റ് സ്മോൾ ക്രിയേച്ചേഴ്സ് ആൻഡ് ഫിഷ് ഇൻ ദ ഫീൽഡ്. ചില ബേർഡ്സ് സ്മോൾ ക്രിയേച്ചേഴ്സിനെയും അതേപോലെ ഫീൽഡിലുള്ള ഫിഷിനെയും കഴിക്കും. ഫ്രോഗ് ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് ഫിഷ്. ഫ്രോഗ് ഇൻസെക്ട്സിനെയും ഫിഷിനെയും കഴിക്കും. സ്നേക്സ് ഈറ്റ് റാറ്റ്സ് ആൻഡ് ഫ്രോഗ്സ്. സ്നേക്സ് അതായത് പാമ്പുകൾ റാറ്റിനെയും ഫ്രോഗ്സിനെയും കഴിക്കും. ഡെഡ് ആൻഡ് ഡിക്കേയിങ് എനിമൽസ് ടേൺ ഇൻ ടു ദ സോയിൽ ആൻഡ് ബിക്കം ഫെർട്ടിലൈസർ വിച്ച് ഹെൽപ്പ് ദ പ്ലാന്റ്സ് ടു ഗ്രോ അഗെയിൻ. അപ്പോൾ എന്താണ്? ഡെഡ് ആയിട്ടുള്ളതും അതേപോലെ ഡീക്കേയിങ് ആയിട്ടുള്ള എനിമൽസൊക്കെ സോയിലിൽ അഴിഞ്ഞു ചേർന്നിട്ട് അതൊക്കെ ഫെർട്ടിലൈസർ ആയിട്ട് മാറും. ആ ഫെർട്ടിലൈസർ പിന്നീട് എന്താണ് ഉണ്ടാവുക? പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആ ഒരു ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ടേബിൾ ബിലോ ആൻഡ് കണക്ട് ദ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. ടേബിളിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അഡാപ്റ്റേഷനുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓർഗാനിസംസിൻ്റെ എല്ലാം അഡാപ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രോഗ് ആണല്ലേ ഫസ്റ്റത്തെ ഓർഗാനിസം. അതിൻ്റെ അഡാപ്റ്റേഷനാണ് ബ്രീത്ത് ത്രൂ ദ സ്കിന്ന്. ഫ്രോഗ് സ്കിന്നിലൂടെയാണല്ലേ ബ്രീത്ത് ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അടുത്തതാണ് ഫിഷ്. ഫിഷിൻ്റെ എന്താ അഡാപ്റ്റേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഗിൽസ് യൂസ് ചെയ്തിട്ടാണ് ഫിഷ് ബ്രീത്ത് ചെയ്യുക. അടുത്തതാണ് വാട്ടർ ലില്ലി. വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ലീവ്സ് ഹാവ് വാക്സി കോട്ടിങ്. വാക്സി കോട്ടിങ് ഉണ്ട് അതിൻ്റെ ലീവ്സിനൊക്കെ. അതാണ് വാട്ടർ ലില്ലിയുടെ ഒരു അഡാപ്റ്റേഷൻ. അടുത്തതാണ് ക്യാമൽ. ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പൊസസ്സസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ ദ സാൻഡ്. സാൻഡിലൊന്നും സിങ്ക് ചെയ്യാത്ത രീതിയിലുള്ള ഫ്ലാറ്റ് ഫീറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ആര്? ക്യാമൽ. അടുത്തതാണ് കാക്ടസ്. കാക്ടസിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്താണ്? സ്റ്റോ
സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെം. അതിൻ്റെ സ്റ്റെമ്മിലാണ് കാക്ടസ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലെറ്റസ് അസസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.